ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എപ്പോഴും നമ്മുടെ വീഡിയോകളിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ഫിനിഷിംഗ് ലെവൽ അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ എന്ന് കറക്റ്റായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈ ഫിനിഷിംഗ് ലെവൽ എന്താണ്, ഫ്ലോർ ലെവൽ എന്താണെന്ന് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതൊന്ന് കാണിക്കാൻ പറ്റുന്ന അവസരമാണ് ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണിക്കുന്നത് നിങ്ങളെ. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ലെവൽ എങ്ങനെയാണ്, ഫിനിഷിംഗ് സ്റ്റേജിലേക്കുള്ള ആ ലെവൽ നമുക്ക് എവിടെ നിന്ന് എടുക്കുന്നത്, അത് എടുക്കുന്നതിന് മുന്നുള്ള ആ സ്റ്റേജ് എന്തൊക്കെയാണ്, പിന്നെ അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചതിൽ കാര്യങ്ങൾക്ക്, അതായത് ഉറുമ്പ് ചതിൽ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിന് മെറ്റീരിയലാണ് കൊടുക്കേണ്ടത്, ഫുൾ ഡീറ്റെയിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു റൂം കോൺക്രീറ്റ് കഴിഞ്ഞു ചെയ്തു വരുന്നതാണ്. ഒരു ഫ്ലോർ ഫുള്ള്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഈ സൈഡ് കാണുന്നതാണ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പണിയുന്നത് കല്ലിൻ്റെ മുകളിൽ പണിയുന്ന ബെൽറ്റാണ് ഈ കാണുന്നത്. ഈ ബെൽറ്റിൻ്റെ ടോപ്പ് ലെവലാണ് ആ ബെൽറ്റിൻ്റെ സെയിം ലെവൽ. അത് കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ടാണ് ബെൽറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ബെൽറ്റിൻ്റെ ടോപ്പാണ് എപ്പോഴും കോൺക്രീറ്റിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. കോൺക്രീറ്റിൻ്റെ ഫിനിഷിംഗ് ലെവൽ, കോൺക്രീറ്റ് അവിടെ വന്ന് അവസാനിക്കണം. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ടൈലിൻ്റെ വർക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെതൽ, ഉറുമ്പ് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ കമ്പനി മാത്രമല്ല, പല പല കമ്പനികളും നമുക്ക് കിട്ടും. അതായത് ചെതലിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇഷ്ടിക, അതുപോലെ തന്നെ നമ്മുടെ ചെങ്കല്ല്, ഇതെല്ലാം വെച്ച് പണിയുന്ന സമയത്ത് ഭാവിയിൽ നമ്മുടെ ചുമരിൻ്റെ സൈഡിലായിട്ട് ചതിലുണ്ടാവാനും അതുപോലെ തന്നെ ഉറുമ്പുകളുടെയൊക്കെ ശല്യം കൂടുതലുണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇത് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പല കമ്പനികളും പല രീതിയിലാണ്. നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ചതിന് ശേഷം, ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഭിത്തികളുടെ സൈഡുകളിൽ ഇത് ജസ്റ്റ് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മെഷർ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ചെയ്യാത്ത സ്ഥലമാണ്, കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലമാണെന്ന് കാണുന്ന പോലെയാണ്. മണ്ണാണ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണുള്ളത് കൊണ്ട് നമുക്ക് ചെതൽ വരാനും ഉറുമ്പ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് സൈഡിൽ നിന്ന്. നമ്മളിപ്പോൾ അറിയില്ല, ടൈൽ കഴിഞ്ഞതിന് ശേഷം ടൈലിൻ്റെ ഗ്യാപ്പിലൂടെയാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡുകളിൽ, അതായത് ഭിത്തികളുടെ സൈഡുകളിലും ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ, ലിക്വിഡ് ഡൈല്യൂട്ട് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ചെതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹൈ ഡേഞ്ചർ ലിക്വിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, അത് ഒഴിക്കുന്ന സമയത്ത് കയ്യുറകളും അതുപോലെ തന്നെ കാലിൽ നല്ല ഷൂവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മുടെ ചെതൽ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ, അതിൻ്റെ വീര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ലെവൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. അതായത് ഇതിപ്പോൾ നിങ്ങൾ ആ ബെൽറ്റിൻ്റെ ലെവൽ കണ്ടോ, ആ ബെൽറ്റിൻ്റെ ലെവലിൽ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത് വരുന്നത്. അതായത് ബെൽറ്റ് വരുന്നത്, ബെൽറ്റിൻ്റെ ടോപ്പാണ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൽ നിന്ന് 2 ഇഞ്ച് പൊങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് നമ്മുടെ ടൈലിൻ്റെ ഫിനിഷിംഗ് വരുന്നത്. ടൈലിൻ്റെ ഫിനിഷിംഗ് നമ്മുടെ ടൈലിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് മിനിമം ഏകദേശം 2 ഇഞ്ച് വരുമെന്നാണ് നോർമൽ ലെവലിൽ വരുന്നത്. ഇത് കിച്ചണിൻ്റെ ലെവലിൽ വരുന്ന ബെൽറ്റാണ്. ആ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ബെൽറ്റ്. ബെൽറ്റിലാണ് നമ്മുടെ വാളുകളും, അതായത് ഭിത്തികളെല്ലാം അതിൽ നിന്നാണ് പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ ബെൽറ്റ് സ്പിറ്റ് ലെവൽ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് നമുക്ക് ഒരേ ലെവലിൽ തന്നെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കും. കോൺക്രീറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ടൈലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടൈലിൻ്റെ വർക്ക് ഇപ്പോൾ ഈ ബെൽറ്റിൽ നിന്ന്, അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത് ടൈല് വരുന്ന ഫിനിഷിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽറ്റാണ് നമ്മുടെ ഫിനിഷിംഗ്, നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഫിനിഷിംഗ്. അതിൽ നിന്ന് 2 ഇഞ്ച് പൊങ്ങി വരുമ്പോൾ ടൈല് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.